ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചെളിവാരി എറിയണം. അത് കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. ദയാവധം. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ? നിങ്ങൾക്കറിയോ, ഈ മലപ്പുറം ജില്ലയിൽ 1,86,000 ചെറുപ്പക്കാരും മിഡിൽ ഏജിലായിട്ടുള്ള ആളുകളും പാസ്പോർട്ട് എടുക്കാനും ഉള്ള പാസ്പോർട്ട് പുതുക്കാനും കഴിയാതിരിക്കുക. എന്താ അറിയോ? ഈ സുജിത്താസും അജിത് കുമാറും ഉണ്ടാക്കി പോയ കേസുകൾ, പെറ്റി കേസുകൾ, ബൈക്കിൽ 3 ആള് പോയതിന്, ഹെൽമെറ്റ് ഇല്ലാത്തതിന്, വണ്ടി പാർക്ക് ചെയ്തതിന് 1,86,000 അത് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഈ മലയോര മേഖലയിലെ ഈ മനുഷ്യന്മാർ അനുഭവിക്കുന്ന പ്രശ്നം, ആ നിയമ ഭേദഗതി ബില്ല് അതിനെതിരെ എതിർത്ത് ജയിലിൽ പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതുപോലെ വിശദീകരിക്കപ്പെടണം. ഒരു ജില്ലയാകെ ഏറ്റവും വലിയ വർഗീയവാദികളും വിഘടനവാദികളുമായി രാജ്യത്തിന്റെ മുന്നിൽ, രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ RSSനോടൊപ്പം കൂട്ടുചേർന്ന് നിന്ന അജിത് കുമാർ ആ വിഷയം കേരളത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞതാണോ ഞാൻ വിഷയം? ഇതാണല്ലോ PV അൻവർ അധിക പ്രസംഗിയല്ലേ? ജനങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ അധിക പ്രസംഗിയാണ്. ജനങ്ങൾ ആലോചിക്കട്ടെ. ജനങ്ങളാണ് ഇതിൽ തീരും. ഞാൻ എന്ത് അധിക പ്രസംഗമാണെങ്കിൽ എനിക്ക് ഇനിയും അത് പറയേണ്ടി വരും. ജനങ്ങൾക്ക് വേണ്ടി ആണ് ഞാൻ സംസാരിച്ചത്. ഇപ്പോ ഒരു എന്താ പറയാ, നിയമസഭാ സാമാജികനാകാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളാണല്ലോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കണല്ലേ. ഉള്ളത് ഞാൻ എന്താ പറയാ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു പോകുന്ന അധികാരമുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്നാ മതിയല്ലോ. സുജിത് ദാസ് എന്ന് പറയുന്ന IPS ഓഫീസർ എന്റെ കാല് പിടിക്കുന്നത് നിങ്ങൾ കേട്ടതാണല്ലോ. സാറേ, 30 കൊല്ലം എനിക്ക് ഇനിയും സർവീസ് ഉണ്ട്, സാറിന്റെ കൂടെ ഞാൻ ഉണ്ടാവും, സാറ് പറയണ എന്ത് ജോലി ഞാൻ ചെയ്യും, ദയവായി എന്നെ ഉപദ്രവിക്കരുത്, ആ മരക്കേസ് മരം പോയ നിങ്ങൾ കൊടുത്ത പരാതി ദയവായി ഒന്ന് പിൻവലിക്കണം അല്ലേ? എന്തെല്ലാം ഇട്ടെറിഞ്ഞു ഞാൻ. എന്റെ ജീവന് വല്ല സംരക്ഷണം ഉണ്ടോ? ഞാൻ സർവശക്തനായ ദൈവത്തില് എന്താ പറയാ അർപ്പിച്ച് നടക്കുന്നവരായതുകൊണ്ടാണ് ഞാൻ ഈ ഭൂമി കൂടെ എപ്പോഴും നടക്കുന്നത്. 4 ഗൺമാന്മാരുണ്ടായിരുന്നു, പിൻവലിച്ചില്ലേ? വീടിന് സംരക്ഷണം ഉണ്ടായിരുന്നു, പിൻവലിച്ചില്ലേ? എന്തെല്ലാം ഞാൻ നേരിടുന്നുണ്ട്. 3-4 സ്റ്റാഫിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു, എല്ലാം പോയില്ലേ? എന്തിനേറെ പറയുന്ന എന്റെ പാർക്ക് വിഷയം നിങ്ങൾക്കറിയാം. അത് 5-6 കൊല്ലം കേസ് കൂടി, സുപ്രീം കോടതി നടക്കം കേസ് കൂടി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അതോറിറ്റിയാണ് ഭൂമി സംബന്ധമായി പറയേണ്ടത്. ആ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ വന്ന് സർവേ നടത്തി ഇതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ടിന്റെ അടിയിൽ ആ പാർക്ക് പ്രവർത്തിക്കാൻ ഫംഗ്ഷൻ ചെയ്യാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മന്ത്രി കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ മതി. ആ ഫയൽ മേശപ്പുറത്ത് കിടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്കെന്താ 4 ദിവസം മാറിക്കൂടെയിരുന്നു? 4 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ആ ഒപ്പിട്ട് വാങ്ങിയിട്ട്. ഇനി എന്താ നഷ്ടപ്പെടാൻ ബാക്കി? ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ സഹിക്കുകയാണ്. 28 കേസുണ്ട് PV അൻവറിന്റെ പേരിൽ. അറിയുള്ളൂ എങ്ങനെ 28 കേസുണ്ടായത്? ഈ ഗവൺമെന്റിനെതിരെ പറഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഈ പറയുന്ന ആർക്കെങ്കിലും ഒരു കേസുണ്ടോ? ഒറ്റ കേസ്. ശശി കൊടുത്ത തലശ്ശേരിയിലെ കേസ് വിചാരണ ആരംഭിച്ചു. കഴിഞ്ഞ 17-ാം തീയതി എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, ലീവ് കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഇതെല്ലാം അനുഭവിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ?